എന്തുകൊണ്ട് അല്ലെങ്കിൽ ഒപ്പം തന്നെ എങ്ങനെ അത് എതിർക്കപ്പെടേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വിചാരങ്ങളാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ ചില വേദികളിലൊക്കെ നിങ്ങളോട് തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും. തീർച്ചയായും ഇത് വളരെ വിശദമായ ചർച്ചയും പഠനവും അർഹിക്കുന്ന ഒരു പ്രമേയമാണ്. ഞാനിവിടെ അതിന് ചില എല്ലുകൾ, ചില പ്രധാനപ്പെട്ട പ്രമേയത്തിൻ്റെ ചില അതിരുകൾ ഒന്ന് സ്പർശിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. സാംസ്കാരിക ദേശീയവാദം വളരെ ലളിതമായി അതിനെ നിർവചിക്കാമെങ്കിൽ പ്രാദേശികമായ സംസ്കാര വൈജാത്യത്തെക്കുറിച്ചുള്ള ബോധവും അന്തർദേശീയ മാനവും നഷ്ടപ്പെട്ട ദേശീയവാദമാണ്. ദേശീയവാദം എന്നത് തന്നെ അനേകം നിർവചനങ്ങൾക്ക് വിധേയമാണ്. ദേശങ്ങൾ എങ്ങനെ സങ്കല്പിക്കപ്പെടുന്നു, എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, എങ്ങനെ ശിഥിലമാക്കപ്പെടുകയും പ്രതിരോധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒട്ടേറെ പഠനങ്ങൾ നമ്മുടെ കാലത്തെ വലിയ ചിന്തകൾ നടത്തിയിട്ടുണ്ട്. വിശേഷിച്ചും അതിൻ്റെ ഒരു മാപകമായ ഒരു ഗ്രന്ഥം എന്ന് പറയാമെങ്കിൽ ബെനഡിക്ട് ആൻഡേഴ്സന്റെ ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന കൽപ്പിത സമുദായങ്ങൾ എന്ന് പറയും. ഈ കൽപ്പിത സമുദായങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ ആൻഡേഴ്സൺ ദേശത്തെ നിർവചിക്കുന്നത് ഒരു കൽപ്പിത സമൂഹമായിട്ടാണ്. നാം സങ്കല്പിക്കുന്ന പല രീതികളിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്ന, പല രീതികളിൽ അതിൽ നമ്മുടെ സ്ഥാനം കണ്ടെത്താവുന്ന, പല രീതികളിൽ അതുമായി ബന്ധം സ്ഥാപിക്കാവുന്ന ഒരു സാങ്കല്പിക സമൂഹമാണ് ദേശം.